കൂറ്റാക്കൂറ്റിട്ട് കോരിച്ചൊരിയുന്ന മഴ. മഴ പെയ്യട്ടടോ. കൊടുങ്കാറ്റ് കൊടുങ്കാറ്റ്. എന്നിട്ട് ഒതേനൻ വാതിൽ തള്ളി തുറന്നു. മുന്നോട്ട് വന്നു. ചിലങ്കയുടെ ശബ്ദം. ടീ, ടീ, നിർത്താൻ. ടീ, ടീ. നിർത്താൻ. നിർത്തി. അയ്യോ, കിഴി നിർത്താനല്ലോടോ പറഞ്ഞത്, പിടിച്ചു നിർത്താൻ. എരണം കെട്ട വക്കീല് ഞാനോ? ഞാനല്ല, ആ സേതുരാമൻ ഒരു പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കണു. ആർച്ചയുടെ അനുവാദമില്ലാതെ ഒരു പെണ്ണി തിരുമുറ്റത്ത് കാലുകുത്താൻ പാടില്ല എന്നുള്ള നിയമം ആ കൊസ്രാക്കൊള്ളി കോന്തൻ സേതുരാമൻ വക്കീല് ലംഘിച്ചിരിക്കുന്നു. പോയി നോക്കിയാട്ടെ. അതുവരെ കിഴി എനിക്ക് പിടിക്കാട്ടെ. ഇത് ഡോക്ടർ മഞ്ജു MBBS, മന്നാടിയാന്മാരുടെ കുടുംബ ഡോക്ടർ. എന്നു മുതൽ? ഇന്നു മുതൽ. അത് തീരുമാനിക്കാൻ തീരാനടാ. അതെ, പുറന്തോട്ടി വൈദ്യൻ ഇതിനകത്ത് ഇടപെടണ്ട. ഇതുവരെ ഉള്ളവർ മാത്രം സംസാരിക്കേണ്ട കാര്യമാണ്. വക്കീലെ, ഇവിടെ ഇപ്പൊ ആവശ്യത്തിന് എല്ലാരും ഉണ്ട്. ആവശ്യത്തിനല്ല, അനാവശ്യത്തിന് ഒരുപാട് പേരുണ്ട്. ആനക്കാരനും അരുവപ്പുകാരനും ഗുമസ്തനും വൈദ്യരും വക്കീലും എല്ലാവരും ഉണ്ട്. മന്നാടിയാന്മാരുടെ അന്തസ്സും ആരോഗ്യവുമാണ് എന്റെ ലക്ഷ്യം. അത് നിസ്സാരമാണെന്ന് ആരെങ്കിലും കരുതിയാൽ വെച്ചേക്കലും ചെയ്തവരെ. ഇന്നലെ ഗജേന്ദ്ര മന്ന വന്ന പോലെ രക്കിട്ടം വീരേന്ദ്ര മന്നാടിയാർക്ക് വന്നാൽ വരില്ല. വരില്ല. വരും വരും വരും. വരില്ല വരില്ല വരില്ല. ഇതുപോലെ രക്കിട്ടം മർമാണിയുടെ കിഴി കൊണ്ട് തീർക്കാമെന്ന് കരുതുന്നുണ്ടോ? മന്നാടിയാന്മാരെ തീർക്കാവുന്ന നീയും കരുതണ്ട. ആരോഗ്യമാണ് സർവ്വതനാൽ പ്രധാനമെന്നാണല്ലോ പഴഞ്ചൊല്ല്. അങ്ങനെ ഒരു പഴഞ്ചൊല്ലില്ല. ഗജേന്ദ്ര മന്നാടി അകത്തുണ്ടോ? ഉണ്ട്. ഉണ്ടോ? എന്ത് പഴഞ്ചൊല്ല്? വാടോ. ഹലോ, എന്റെ ഈ പാര തടയാൻ തന്റെ കട്ടപ്പാരയ്ക്ക് പറ്റൂല ഈശ്വര. നമുക്ക് നോക്കാം ഈശ്വര. ഡോക്ടർ വന്നട്ടെ വന്നട്ടെ. ഇൻഫീരിയർ കോംപ്ലക്സ് കം പാരാലിസിസ്. എന്റെ അമ്മേ. എന്താ വക്കീലെ? പേടിക്കാനൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞതിന്റെ അർത്ഥം ഹൗസിംഗ് കോംപ്ലക്സ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നാണോ? അതെ. മൈ ഗോഡ്, എങ്കിൽ ഇനി എനിക്കൊന്നും കേൾക്കണ്ട. എന്താ വക്കീലെ പറ. ഓ, എനിക്കതിന് ശക്തിയില്ല, ഞാൻ പറയില്ല. എനിക്ക് കേൾക്കാൻ ശക്തിയുണ്ട്, വക്കീല് പറ. ഞാൻ പറയാൻ പോവാണ്. അവസാനം ഞാൻ പറഞ്ഞെന്ന് പറയരുത്. അയ്യോ, ഞാൻ പറയില്ല, വക്കീല് പറ. ഞാൻ എങ്ങനെ പറയും, പറയാതിരിക്കും? അങ്ങയുടെ രക്തം ദിനം പ്രതി ആവിയായിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, അങ്ങനൊരു രോഗം ഈ ലോകത്തില്ല. എന്നാര് പറഞ്ഞു? ഇത് ഈ വർഷം റിലീസായ രോഗമാണ്. തന്നെ ലോ കോളേജിൽ മെഡിസിൻ ആണോ പഠിപ്പിച്ചേ? ഇതറിയാൻ മെഡിസിൻ ഒന്നും പഠിക്കണമെന്നില്ല. കോമൺ സെൻസ്. ലോയും മെഡിസിനും തമ്മിൽ കൂട്ടിക്കൊടിച്ചാലുള്ള ശിക്ഷ എന്താണെന്നറിയോ? അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറാരോഗിയാണ് മന്നാടിയാർ. അങ്ങനെയുള്ള ഒരാളുടെ മുമ്പിൽ വെച്ചാണോ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്? ഹ്യൂമാനിറ്ററി കൺസിഡറേഷൻ വേണം. അവിടെ ഇരുന്നാട്ടെ. ഡോക്ടർ, ഒരു നിമിഷം. ഇനി എന്ത് ചെയ്യും? ചികിത്സയുണ്ട്, പക്ഷെ കാലതാമസം വരും. കാലം വരുമെന്നോ? കാലം വരുമെന്നല്ല, കാലതാമസം. അയ്യോ അയ്യോ, പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ കൂടെ താമസിക്കും. എന്റെ കൂടെയാ? അല്ല. പിന്നെ എന്റെ കൂടെയോ? അല്ല, പിന്നെ ഇവിടെ ഔട്ട് ഹൗസിൽ താമസിക്കും. ഈശ്വരാ, എടോ വിളിച്ചത് കേട്ടില്ലേ? ഓ, എന്നെയാണോ? ഞാൻ വിചാരിച്ചു ഒറിജിനൽ ഈശ്വരനെയാണെന്ന്. എടോ, മുറി കാണിച്ചു കൊടുക്കണോ? കയ്യിലെ മുറിവാണോ കാലിലെ മുറിവാണോ? തന്റെ മുറിവല്ല, ഡോക്ടർക്ക് മുറി കാണിച്ചു കൊടുക്കാൻ. ഓ, റൂമാ, വരൂ. ഞാനിനി എന്താ ചെയ്യാ വക്കീലേ? എനിക്കൊരു സംശയമുണ്ട്. എന്താ സംശയം? സംശയമുണ്ട്, ഇങ്ങോട്ട് നോക്ക്. എന്താ എന്താ? ബന്ധുക്കളൊക്കെ അറിയിക്കാറായോ? അതൊന്നും ഇപ്പൊ വേണ്ട, പറയാം. അണ്ണാ, ഞങ്ങളെ വിട്ട് പോവേണോ? ആർച്ചക്കുഞ്ഞേ, അവൾ ലേഡിയുമല്ല ഡോക്ടറുമല്ല, അവന്റെ ഭാര്യയാണ്. കൂട്ടുകാരിയെ കൂടെ പാർപ്പിക്കാൻ വേണ്ടി നുണ പറഞ്ഞു കയറ്റിയതാ. എന്റെ ഭഗവതി, നീ ഇതൊന്നും കാണുന്നില്ലേ? ചെങ്കോട്ട വീട്ടിൽ സേതുരാമൻ നിന്നെ പാഠം പഠിപ്പിക്കാൻ പോകുന്ന ഏത് വിധത്തിലാണെന്ന് കണ്ടോ? അമ്മേ പതിനാളി. കയ്യൂക്കൊള്ളവൻ കാര്യക്കാരൻ അല്ലടാ. കൊമ്പനാനെ ഉള്ളിടത്ത് കുഴിയാനെ മതിക്കണ്ട. നോക്കിയും കണ്ട് നിന്നില്ലെങ്കിലേ ഈ സേതുവിനൊരു ഒറ്റ പാര മതി നിന്നെ പുറത്താക്കാൻ. മനസ്സിലാക്കിക്കോ. ഈശ്വരനെ പാര വെച്ചാലുണ്ടല്ലോടാ, നിന്നെ ഞാൻ വെടിവെച്ചോടാ. ഒറ്റ വെടിയല്ല, ഡബിൾ വെടി. നീ സൂക്ഷിച്ചോ. അകത്ത് കേളിയോട്ട് തുടങ്ങി. ആര്? മണ്ണ് കൊണ്ടുള്ള പ്രകൃതി ചികിത്സയാ. ഡോക്ടർ ചെറുപ്പക്കാരിയാണെങ്കിലും കൈപ്പുണ്യമുള്ളവളാ. ഡോക്ടർ വന്നപ്പോ ശരീരത്തിനൊരു സുഖം. എനിക്ക് സുഖം മനസ്സിയ. ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ? ഓടിയിരിക്കണം, വൈകുന്നേരം വരെ ഓടിക്കൊണ്ടേയിരിക്കണം. ഒരു സംശയം. സംശയിക്കാൻ ഒന്നുമില്ല. കണ്ടില്ലേടി, നാട് വിറപ്പിക്കുന്ന നിന്റെ ചേട്ടന്മാരെ വിഡ്ഢിവേഷം. ഭാര്യമാരെ മറന്ന് ജീവിക്കുന്ന മന്നാടിയാന്മാരെ മയക്കാൻ സേതുവിന് ക്ലോറോഫോം ഒന്നും വേണ്ട. മനസ്സിലായില്ലേ? പിന്നെ നിൽക്കണം.
അയ്യോ ഡോക്ടറെ ഓടി വരണേ. കുറെ നേരമായി കരച്ചിൽ തുടങ്ങിയിട്ട്. നീ ഒന്ന് പോകുന്നുണ്ടോ? ഇങ്ങനെ അഭിനയിക്കാൻ എനിക്ക് പേടിയാ. ജനിച്ചിട്ട് ഇതുവരെ പെണ്ണുങ്ങളെ കാണാത്ത പോലെ അവന്മാര് നോക്കുന്നത്. നോട്ടം മാത്രമേ ഉള്ളൂ, വെറും പൊങ്കന്മാരാ. അയ്യോ ഓ. ഓടി വരണേ. ദേ പിന്നെ എങ്ങനെ നല്ലറന്ന്. നീ ഒന്ന് പോകുന്നുണ്ടോ? മുഴുവനായിട്ട് ഒരു മരുന്നിന്റെ പേര് പറയാൻ പോലും എനിക്ക് അറിയത്തില്ല. ഇത് എന്ത് ഭാവിച്ചാ? അഭിനയിച്ചു തുടങ്ങി, ഇനി പൂർത്തിയാക്കിയേ മതിയോ? അയ്യോ, ഒന്ന് വേഗം വാ. നിനക്കൊന്നും സംഭവിക്കില്ല. ഞാൻ പറയുന്ന പോലെ ചെയ്. ഇങ്ങോട്ട് വാടോ. അയ്യോ കൈ പൊള്ളി. കിഴിച്ചട്ടി അകത്തി പിടിക്കണോ? ഡോക്ടറിന്റെ അടുത്തിരുന്നാ മതി, എന്റെ അസുഖമൊക്കെ പമ്പ കിടക്കും. അതെ, മണ്ണാടിക്ക് മാറിനാണ് വേദന. കരത്തിൽ കേട്ടപ്പോഴേ കിഴിയാൻ ചൂടാക്കി. നിങ്ങളെ ആരാ ഇപ്പൊ കൂടി വിളിച്ചത്? പോടോ. പൊക്കോ പൊക്കോ, താൻ പൊക്കോ. പോ. താൻ പോയില്ലേ? ഞാനും പോണോ? പോവാം പോടോ. ഇനി കുറച്ചേരം ഞാനും കാണട്ടെ. പോടോ. അയ്യോ ഡോക്ടറെ, തലവേദന എടുക്കല്ലേ? അയ്യോ തലവേദന എടുക്കുന്നേ. ചൂട് കിഴിവൈ. എവിടാ വേദന? തലയ്ക്കാ വേദന. ഓ, തലവേദനക്ക് എന്തിനാ വയറ് പിടിച്ച് വലിക്കുന്നത്? തലയും വയറും കൊണ്ടാണോ? ഓ, ആറിലോളത്തിന്റെ പേര് കുറുന്തോട്ടിലരച്ച് കടുകണ്ണയും കാഞ്ഞിരക്കുരും സമം ചേർത്ത് ഇപ്പൊ തരാം. കൂടെ കിഴിയും. ആടിനോടകം താത്തിന്റെ കുറുന്തോട്ടി അരച്ച് ഇവന് കൊടുക്കും. അപ്പ കിഴിയോ? കൊണ്ടുപോയി തന്നെ അപ്പന് കൊടുക്കും. പോ. അയ്യോ എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് മതിയേ. ഡോക്ടർ എന്നെ പരിശോധിച്ചു കഴിഞ്ഞു. ഡോക്ടർ ഇളയ അനിയനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അയ്യോ, എനിക്ക് വയ്യേ. എന്താ? പോണോ? ഓ അവര് പോയി. എന്റെ എന്തോ ഒന്ന് കളഞ്ഞു പോയി. പോടാ പുറത്തേക്ക്. പുറത്തേക്ക് പോ. എന്താ വേദന, എവിടെ? ദേഹം ആസകലം വേദന. ഞാനിവിടെ ഇരിക്കാം, വരൂ. അയ്യോ എന്ത് പട്ടി മോങ്ങുന്നത്? അതോ അത് പട്ടി മോങ്ങുന്നതല്ല കുഞ്ഞേ, ചില ആണുങ്ങൾക്കുണ്ടാവുന്ന അസുഖോ. എന്റെ മന്നാടി ഭഗവതി ഈ മൂന്നും കൂടെ മോങ്ങി മോങ്ങി എന്തോ വരുത്തി വെക്കുവോ എന്തോ. അയ്യോ ഈശ്വരാ, ഈശ്വരാ. വരൂ, വേഗം വരുന്നേ. ഈശ്വരനെ വിളിച്ചോ? തേ വന്ന് നിൽക്കണു പണ്ടാറടങ്ങാൻ. ഞാൻ വിളിച്ചത് ഈശ്വരനല്ല, പിശാചിനെയാ. ഒന്ന് പോടോ, ഒന്ന് വേഗം പോകാം. അയ്യോ തീ ഇവിടെ തന്നെ മൂത്ത മന്നാടിയാർ വിളിക്കുന്നു. കിഴി പിടിക്കാനായിരിക്കും. പോയി കിഴിക്കോ. അല്ല, കിഴി എവിടെ വെക്കണം? നല്ല ചൂടുണ്ടാ? പിന്നെ നല്ല ചൂടുണ്ട്. എന്നാ തൽക്കാലം ഇത് ചട്ടിയിലിട്ട് നിന്നെ ഞാൻ വറക്കും. പോടാ. എന്താ എന്ത് ഇവിടെ വാ എനിക്കാ. എന്ത് പറ്റി? ഈ അസുഖം നേരത്തെ വന്നിട്ടുണ്ടോ? പണ്ട് എന്റെ ഭാര്യ പുഷ്പവല്ലി ഉണ്ടായിരുന്നപ്പോ വന്നോണ്ടിരുന്നതാ. ഇപ്പൊ പിന്നെ ഡോക്ടർ വന്നപ്പോ വീണ്ടും തുടങ്ങി. പരിശോധിച്ചോളൂ നിർത്താതെ പരിശോധിച്ചോളൂ. പരിശോധിക്കുമ്പോ എന്താ ഒരു സുഖം. അസുഖം എനിക്ക് മനസ്സിലായി. ഇതാ ഇത് കഴിച്ചാൽ മതി. അങ്ങനെ ഒരു ഗുളി കൊണ്ട് മാറുന്നു എന്നല്ല ഈ കിട്ടം. ഡോക്ടർ, എന്റെ നെഞ്ച് വേദനിക്കുന്നേ. ഓടി വരണേ. അതാർക്കാ പുതിയൊരു വേദന? വക്കീലിന്. അവന്റെ നെഞ്ച് പൊട്ടി പൊളിഞ്ഞു പോണേ, അങ്ങോട്ട് പോട്ടെ. ഡോക്ടർ ഇവിടെ നിക്ക്. അയ്യോ, രോഗി വിളിച്ച പോകാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ വരാം. വരണേ? വരാം. വരില്ലേ? വരാന്നേ. ആ മന്നാടിയാമാർ വടിയാവോ? ആർക്കറിയാം? ഓരോ ഉറക്ക ഗുളിക വീതം കൊടുക്കാല്ലേ പറഞ്ഞത്? 5 ബാക്കി 2 എവിടെ? അതും ചെലവായി. എവിടെ ചെലവായി? എന്റെ സമ്മതമില്ലാതെ എനിക്ക് എന്റെ വീട്ടിൽ പടയൊരുക്കം നടത്തുന്നു. ആർച്ചയൊന്ന് ആഞ്ഞടിച്ചാൽ ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിക്കുമെന്ന് അവൻ അറിയില്ല. അടിമാടന്മാരെ 3 ചേട്ടന്മാരില്ലേ, അവരടിക്കും. അവർക്ക് പറ്റില്ലാന്ന് വെച്ചാൽ ഞാൻ അടിക്കും. താനോ? തന്നെ കൊണ്ടൊരു ചുക്കും ചെയ്യാനാവില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ശക്തി കൊണ്ടല്ല ഈ ഈശ്വരൻ അവനെ ഒതുക്കാൻ പോകുന്നത്. ആ ഈശ്വരൻ തന്നെ ബുദ്ധി കൊണ്ടാണ്, മനസ്സിലായോ? ശരിയാ, അത് തനിക്ക് ഇഷ്ടം പോലെയുണ്ട്. മന്ദബുദ്ധി. പപ്പടം എടുക്കല്ലേ, പപ്പടം പിന്നെ ഒരു പപ്പടം ഒക്കെ എടുക്കാം. അയ്യോ പൊട്ടി. ആർക്കാ ഇത്? ആർത്തക്ക്. ആനയ്ക്കോ? ആർത്തക്കുഞ്ഞിന്. കൊള്ളാം. നീ ആ കൊച്ചിനെ കൊലയ്ക്ക് കൊടുക്കാൻ പോവാണോ? ആ. ഫാറ്റും ഷുഗറും കൂടി ആർച്ച കിടപ്പിലായാലേ മന്നാടിയാമാർ ഡോക്ടർ അടുത്താ കാരണം ചോദിക്കുന്നത്. ഫാമിലി ഡോക്ടർ ഉള്ളപ്പം ഫാമിലി മെമ്പേഴ്സിന് എന്തെങ്കിലും അസുഖം വന്നാൽ ഫാമിലി ഡോക്ടർക്ക് അതിന് ക്ഷീണം അല്ലേ ഡോക്ടറെ? പിന്നെ ആ എന്ത് വന്നാലും അത് ആർത്ത് സഹിച്ചോളാം. എന്റെ കാര്യത്തിൽ ആരും തലയിടണ്ട. തലയുടെ കാര്യം പറഞ്ഞപ്പോഴാ വേറൊരു കാര്യം ഓർമ്മ വന്നു. ആർച്ച വലിയ തലവേദനക്കാരിയാ. ഡോക്ടർ ആ പാവയ്ക്ക ജ്യൂസ് ഇട്ട് കൊടുത്തേ. ഈ പാവയ്ക്ക ജ്യൂസ് കൊടുത്താൽ തലവേദന പമ്പ നടക്കും. അല്ല, ആർച്ചയ്ക്ക് ഷുഗറിനുള്ള മരുന്ന് കൊടുക്കുക, കുടിക്കുന്നില്ല. പഞ്ചാര കൂടുന്നത് പെണ്ണുങ്ങൾക്ക് നല്ലതല്ല. പറഞ്ഞത് അനുസരിക്ക് പെങ്ങളെ. പഞ്ചാര കുടിയാ കൂമ്പ് വാടിപ്പോവും. ഇങ്ങനെ കുടിക്കേ. കുടിക്കേ. വേണ്ട ഏട്ടാ. കുടിക്കേ. ഒറ്റ വലിക്ക് കുടിക്കേ.
നിന്റെ മൂത്ത ചേട്ടനാ പറയണേ കുടിക്കേ. ആ കുടിക്ക് കുടിക്ക് കുടിക്ക്. സേതു, എന്തോ? ഇവരുടെ ഭക്ഷണ കാര്യത്തിൽ നിന്റെയും ഒരു കണ്ണ് വേണം. ഒരു കണ്ണ? എന്റെ 2 കണ്ണും ആർച്ചയുടെ പുറത്തല്ലേ. മന്നാടിയാർ പോയി വിശ്രമിച്ചാട്ടെ. ഞാനിപ്പോ വിശ്രമിച്ചുള്ളൂ. എന്നാലും കുറച്ചുകൂടി വിശ്രമിച്ചാട്ടെ. ഇവിടുത്തെ കാര്യം ഞാൻ ശരിയാക്കി തരാം. ഏറ്റല്ലോ? ഏറ്റു. ആർച്ചേ ദാ. പോലെ ആളുടെ വള്ളക്കരയ്ക്ക് പോവോ? ഇക്കരെ അക്കരക്കല്ലാതെ പിന്നെ ഇക്കരക്ക് പോകാൻ പറ്റുമോ? ചക്കര ചൂടാവല്ലടാ. ഇതേതാ പഞ്ഞീര ഡ്രൈവറാ? പോടാ. നീ ഏതാടാ ഇർക്ക? നിന്റെ പ്രസവം ഞാൻ എടുത്തിട്ടില്ലല്ലോ. അതിന് ഞാൻ പ്രസവിച്ചിട്ടില്ലല്ലോ. നിന്റെ അല്ലടാ, നിന്റെ തള്ളയുടെ. തള്ളക്ക് പറഞ്ഞല്ലോ. പറഞ്ഞാ നീ എന്റെ അയ്യോടാ. ആ വഞ്ചി വിടെ വഞ്ചി വിടെ. അവന്റെ ആ കൂട്ടുകാരനോട് ചോദിച്ചാൽ അറിയാം അവൾ അവന്റെ എത്രാമത്തെ ഭാര്യയാണെന്ന്. അതാണ് വകുപ്പ്. തേടി വള്ളി കാലിച്ചുട്ടി എതിലേ പോയാലും പറ്റില്ലല്ലോ. ഇവിടെ പോയി എനിക്ക് വയ്യ ഇനി ഈ തീക്കളിക്ക്. ഞാൻ ഇവിടുന്ന് പോവുക. എന്നെ കാണാതെ നിനക്കല്ലേ ഒരു നിമിഷം പോലും ജീവിക്കാൻ വയ്യാത്തത്. 2 വഞ്ചി കൂടെ കാലി ഔട്ടാ എനിക്ക് വയ്യ. അപ്പൊ ഭാര്യയാണല്ലേ? ക്ഷമിക്കണം. ഒളിഞ്ഞു നോക്കുന്നു. അടുക്കള പുറത്ത്. ഞാൻ ഒരു കാര്യം പറയാം. ഒന്നും പറയണ്ട. നിന്റെ മോന്തെ ശരിയാക്കി തരാം. കേറട്ടെ കേറട്ടെ. ഈ വശത്തെ ചെവി പഞ്ചറായി. ഇവിടെ ഉണ്ട്. ഇന്ന് ചെവി, നാളെ മൂക്ക്, മറ്റന്നാ കണ്ണ്. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും നിന്റെ അവയവങ്ങൾ ഓരോന്നായി ഫ്യൂസ് ആയിക്കൊണ്ടിരിക്കും. സൂക്ഷിച്ചോ ഈശ്വര. മൂത്ത ഇളകി, ഇളയതിന് ആണ്ട് എല്ലാത്തിനും ഇളകി പോ. ഒരു വക്കീലിന് ആവശ്യം തെളിവുകളാണ്. തെളിവുകളില്ലാതെ തൊണ്ടി സഹിതം കയ്യോടെ പിടിച്ച് നന്നായി വക്കീലേ. ഇനിയെങ്കിലും ഇവനെ ഇവിടെ ഇവിടുന്ന് അടിച്ചിറക്കി പുണ്യം തളിച്ചാലേ ഇവിടെ അവളെ തൊട്ടാൽ നിനക്ക് പൊള്ള കയറുന്നത്. കൊന്നുകളയാൻ. നിങ്ങളെ പെങ്ങളെ തൊട്ടപ്പോ നിനക്കൊക്കെ എവിടെയൊക്കെ പൊള്ളിയോ അവിടെയൊക്കെ തന്നെയാണ് എനിക്കും പൊള്ളിയത്. ലോകത്ത് മന്നാടിയാമാർ മാത്രമല്ല പൊന്നാങ്ങളമാർ, മാങ്ങളമാരുണ്ടെന്ന് അറിഞ്ഞോ? തല ഇവിടെ വെട്ടിവെച്ചിട്ട് പോകുന്നു അതോ ഞാൻ പറ്റണോ? ആർച്ചെ പറ്റിച്ചാൽ ഞങ്ങൾ സഹിക്കത്തില്ലടാ. ചതിച്ചു വരെ ചതയ്ക്കാതെ വിട്ടാൽ മന്നാടിയാർമാർക്ക് ഉറക്കം വരില്ലടാ. MBBS ഡോക്ടറാണെന്ന് പറഞ്ഞ് നീ ഇവളെ കൊണ്ട് മന്നാടിയാർമാരുടെ മേളിൽ ചെളിവരി പൊത്തി അല്ലടാ ചട്ടെ പൊത്തി. വണ്ണം കുറയ്ക്കാൻ വീരേന്ദ്ര മന്നാടിയാരെ നീ വട്ട ഓടിച്ചില്ലടാ വഞ്ചക. ഓടിച്ചു. ഞങ്ങളുടെ പാവ ആർച്ചയെ കൊണ്ട് നീ പാവയ്ക്കാതെ കുടിപ്പിച്ചില്ലടാ പാവി. കുടിപ്പിച്ചു. ആർച്ചയെ കൊണ്ട് ഇനിയും പാവയ്ക്കാൻ ഞാൻ കുടിപ്പിക്കും. കുടിപ്പിക്കോ? വീരേന്ദ്ര മന്നാടിയാരെ കൊണ്ട് ഇനിയും ഞാൻ ഓടിപ്പിക്കും. നീ ഓടിപ്പിക്കോ? ചെളിയില്ല ചാണകം വരെ തേപ്പിക്കും. നീ ചാണകം തേപ്പിക്കോ? കുറ്റസമ്മതം നടത്തി തടുത്തപ്പാമെന്ന് നീ കരുതണ്ട. ഒരിക്കലും അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മന്നാടിയന്മാരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. അടിച്ച് ചള്ള പൊട്ടിക്കടാ. ആരെ? ഈ പന്നി. ആങ്ങളെയും പെങ്ങളെയും കണ്ടാ തിരിച്ചറിയില്ലെങ്കിൽ പൊട്ടിച്ചു കളയടാ ഇവന്റെ ഈ കണ്ണ്. അയ്യോ, കണ്ണു പൊട്ടിച്ചാ ഞാൻ എങ്ങനെ ഉറങ്ങും മന്നാടിയാരെ? പെങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്ന ആങ്ങളമാരെ ഞങ്ങൾ മന്നാടിയാന്മാർക്ക് പെരുത്തിഷ്ട. ആങ്ങളെയും പെങ്ങളെയും ഞങ്ങൾക്ക് ബോധിച്ചു, നന്നായി ബോധിച്ചു. എല്ലാരും എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളോട് ഒരുപാട് തെറ്റ് ചെയ്തു. ഒരു ആക്സിഡന്റിൽപ്പെട്ട് മനസ്സിന്റെ സമനില തെറ്റിപ്പോയ മഞ്ജുവിനെ വിശ്വസിച്ചേൽപ്പിക്കാൻ ഈ ഭൂമിയിൽ എനിക്ക് മറ്റാരുമില്ല. മന്നാടിയാർ ഞങ്ങളെ ഇറക്കി വിടരുത്. വേണ്ട, ആങ്ങളെയും പെങ്ങളും ഇനി ഒരിടത്തും പോണ്ട, ഇവിടെ തന്നെ നിന്നാ മതി. അപ്പൊ ഈ ഫോട്ടോ കൊണ്ടുപോയി വക്കീലിനെ മുറി ഫ്രെയിം ചെയ്ത് വെക്കടാ. നിന്റെ അയ്യേ എല്ലാരും പോ. ഈശ്വര സാർ, ഈശ്വരനിപ്പോ എന്റെ കൂടെ. ഈ സേതു വിചാരിച്ചാൽ ബ്രഹ്മന് പോലും തടുക്കാൻ ഒക്കില്ല. പിന്നെയാണോ നീ ഫോട്ടോ ഫ്രെയിം ചെയ്ത് റൂമിൽ തൂക്കണം?
തല്ലാൻ പോയവര് തലോടി വന്ന എന്തിനാണെന്ന് ആർച്ചു വെച്ചാൽ ഉത്തരം പറയും. അതൊരു കളിയാടാ. നീ ഇനി കണ്ടോ പൂരം? ഓ പൂരം എന്താ? തൃശ്ശൂർ പൂരം അല്ലേ? അല്ലേ? പല പ്രാവശ്യം ചോദിച്ചിട്ടും താൻ ഒന്നും പറഞ്ഞില്ല. ഇഷ്ടപ്പെട്ടതൊക്കെ ഉടനെ സ്വന്തമാക്കുന്ന സ്വഭാവമാണ് എന്റേത്. തന്നെ എനിക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അതെ എന്നാണ് ഉത്തരമെങ്കിൽ ഈ ജീപ്പിൽ കയറിയിരിക്കാം. ജീവിതത്തിലെന്നും ഞാൻ തന്നോടൊപ്പം ഉണ്ടാവും. എന്താ? എന്ത് പറ്റി? എന്താ പറ. ജീപ്പ്, അതേ ജീപ്പ്. മർമണി, ആ ജീപ്പിൽ പോയത് ആരാ? ഇവിടുത്തെ ഇളയ കുഞ്ഞാ, രാജേന്ദ്ര മന്നാടിയ. ബാംഗ്ലൂർ കച്ചവടാ. രാജേന്ദ്ര മന്നാടിയാർ അല്ലേ? അതെ. എന്താ? എന്നെ അറിയോ? നീ തട്ടിക്കളിച്ച് ജീവിതം തകർത്ത മഞ്ജുവിനെ ഓർമ്മയുണ്ടോ? മഞ്ജുവിന്റെ ചേട്ടൻ? എന്താ ഇത്? ഇപ്പൊ നിനക്ക് ഓർമ്മയുണ്ടല്ലേടാ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞു. എന്നെ വിടും. ഞാനാണ് പറഞ്ഞത്. IPC വക്കീലാണ് പറയുന്നത്. അയ്യോ, അയ്യോ. അടിക്കരുത്. ഓടാ. എന്താ അടി അടി. അയ്യോ, എന്തൊരു കഷ്ടമായത്. എന്നെ അടിക്കാനല്ല, ആ രാജേന്ദ്ര മന്നാടിയാരെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലുന്നു. ആരാടാ ഞങ്ങളുടെ അനിയനെ തൊട്ടത്? തൊടുകയല്ല, തൊഴിച്ചോണ്ടിരിക്കുകയാണ് ആ വക്കീല്. എടാ, എവിടെയാവൻ? ഞങ്ങളുടെ അനിയനെ തൊട്ടവൻ എവിടെയാണ്? വക്കീലേ, എവിടാ അവൻ? ഇവിടെ വെച്ചായിരുന്നല്ലോ അത്. മന്നാടി ഭഗവതി എന്റെ പ്രാർത്ഥന കേട്ടു. ഇനി ഓന്മാര് തല്ലി ചത്തോളും. പ്രേത വിചാരണയ്ക്ക് പോയാ മതി. പറയടാ, ആ സേതുരാമൻ എവിടെ? ഞാൻ പറയാം. ആണുങ്ങളായിട്ട് മീശയും വെച്ച് നടക്കുന്നു. ഞങ്ങളുടെയൊക്കെ പേരെടുത്ത തള്ളയാണെന്ന് കരുതിയാ വെതച്ചാളെ ഞാൻ. വീരേന്ദ്ര, വേണ്ട, ജീപ്പ് എടുക്കടാ. ഇങ്ങനെ അടിച്ചു മരിക്കാനാണ് മന്നാടിപുരത്തേക്ക് വന്നത്. അവനെ തിരയുകയായിരുന്നു ഇത്രയും കാലം. രാജേന്ദ്രന്റെ ചേട്ടന്മാരറിഞ്ഞാൽ? അറിയട്ടടി, അല്ലെ അറിയിപ്പിക്കും. കൈക്കരുത്ത് മന്നാടിയാന്മാർക്ക് മാത്രം സ്വന്തമല്ല, രണ്ടിലൊന്ന് ഇന്നറിയും. അങ്ങോട്ട് അടി കൊടുത്ത പാരമ്പര്യമേ ഉള്ളൂ മന്നാടിയന്മാർക്ക്. ആദ്യമായിട്ട് ഇളയാങ്ങൾ ആ പതിവ് തെറ്റിച്ചു. കേട്ടെ, അവൻ എന്നെ കൊന്നാലും എനിക്ക് പരാതിയൊന്നുമില്ലടി. ആർച്ചയ്ക്ക് ഇങ്ങനെ ഒരു ആങ്ങള ഉണ്ടായിപ്പോയല്ലോ. മന്നാടിയാമ്മയുടെ മാനം കപ്പല് കയറ്റി അയച്ച ഇവൻ ഈ കരയിൽ ഇനി ജീവിക്കണ്ടോ? ഞങ്ങളുടെ പൊന്നമ്മീന്റെ സ്വത്ത് കളിക്കാൻ എവിടെ നിന്നാണ് ഇത്ര കരുത്ത്? എന്തിനാണ് അനിയനെ തല്ലിയത്? അവനോട് നിനക്ക് എന്താണ് ബന്ധം? പറയടാ. ഇത് ഞാനും അവനും തമ്മിലുള്ള പ്രശ്നമാണ്. നിങ്ങൾ ആരും ഇടപെടണ്ട. ഇടപെട്ടാൽ ഇടപെട്ടാൽ നീ എന്ത് ചെയ്യൂടാ? അവൻ ഞങ്ങളുടെ സ്വന്തം ചോരയാടാ, സ്വന്തം ചോര. അവസാനിപ്പിക്കണം. ഇതല്ലേ പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ ചോരയാണെങ്കിൽ ഞാൻ പറയുന്നത് കേക്ക്. കേറി പോകത്ത്. രാജേന്ദ്ര, അതെ, നിങ്ങളുടെ അനിയൻ രാജേന്ദ്ര മന്നാടിയെ തന്നെയാ പറയുന്നത്. സേതുവിനോട് തെറ്റിയത് ഞാനാ. സേതുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതേ സംഭവിക്കും. തെളിച്ച് പറയടാ. ഞാൻ പറയാം. വലിയേട്ടാ, ഈ നിൽക്കുന്ന നമ്മുടെ ചെറിയ ആങ്ങളയ്ക്ക് ഇയാളുടെ അനിയത്തി പെണ്ണിനോട് പ്രേമമാ. ആ ഇഷ്ടം അറിഞ്ഞ ഉടനെ ഞാനാണ് അവളെ ജീപ്പ് പിടിച്ച് കൊല്ലാൻ നോക്കിയത്. എടി ഭയങ്കരി, നിർത്താൻ. എനിക്കിപ്പോഴും മഞ്ജുവിനെ ഇഷ്ടമാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, മഞ്ജുവിന് എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ വിവാഹം കഴിക്കൂ. ആരെതിർത്താലും ശരി. വലിയേട്ടാ, നോക്കി നിൽക്കാൻ രണ്ടിന് പടി ഇറക്കി വിട്. മതി ഇയാളുടെയും പെങ്ങളുടെയും സേവനം ഇവിടെ. എനിക്ക് മതിയായിടി.
ഈ മണ്ടന്മാരായ 3 ആളുകളെ പറഞ്ഞനുസരിപ്പിക്കുന്ന പോലെ ലോകത്തുള്ള എല്ലാ ആണുങ്ങളുടെയും മേക്കിട്ട് കയറാമെന്ന് നിനക്കൊരു ധാരണയുണ്ട്. പക്ഷെ സേതുരാമനോട് അത് വേണ്ടടി. നീ വാ. നിക്ക്, പണ്ടൊരു തീരുമാനമെടുക്കാൻ ഞാൻ അല്പം വൈകിപ്പോയി. ഇപ്പൊ ഈ നിമിഷം ഞാൻ ഒരു തീരുമാനമെടുക്കുന്നു. നിങ്ങൾ എവിടെ വിളിച്ചാലും ഞാൻ വരാൻ തയ്യാർ. നിർത്താൻ. നീ വരണ്ടടാ. നിനക്കൊന്നും ഭാര്യമാരുടെ കൂടെ ജീവിക്കാനുള്ള യോഗമില്ല. ഈ നിൽക്കുന്ന മൂദേവിയുടെ കൽപ്പനകൾ അനുസരിച്ച് കൂലിത്തല്ലുകാരായി മരിക്കാനാണ് നിന്റെയൊക്കെ വിധി. ഏട്ടന്മാരുടെ 3 ഭാര്യമാരെ നാട് കടത്തിയ മഹാറാണിയുടെ വീട്ടിലേക്ക് എന്റെ പെങ്ങളെ ഞാൻ പറഞ്ഞു വിടില്ലടാ. തന്നെ എനിക്കറിയാം. താൻ നല്ല ഐശ്വര്യമുള്ള വക്കീലല്ലേ. താൻ എന്നവിടെ കാലുകുത്തിയോ അന്ന് മുതൽ ആ മന്നാടിയാന്മാർ മുടിയാൻ തുടങ്ങി. കുളം കലക്കിയ നിലയ്ക്ക് പറ്റിച്ച് മണ്ണിട്ട് മൂടിയിട്ട് ഇറങ്ങി പോതാ മതിയായിരുന്നില്ലേ ആങ്ങളയ്ക്കും? ആ നിക്ക്, മഞ്ജു എങ്ങോട്ടും പോകുന്നില്ല. ഈ മന്നാടിപുരം മണ്ണ് ഈ രാജേന്ദ്ര മന്നാടിയാർക്കും കൂടി അവകാശപ്പെട്ടതാ. മഞ്ജു പോകണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കും. അവളുടെ ചേട്ടൻ സേതു. അതെ, സേതു തന്നെയാണ് പറയുന്നത്. 3 മന്നാടിയാന്മാരുടെ എടുത്തിയാട്ടക്കാരിയായ ഒരു പെങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരുത്തനെ എന്റെ പെങ്ങൾക്ക് വേണ്ട. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ മന്നാടിപുരം മണ്ണിൽ വെച്ച് 4 ആൾ കാണുക ഇവളുടെ കഴുത്തിൽ താലി കെട്ടാമോ? വെല്ലേട്ടൻ എവിടെന്നോ വന്നൊരു പെൺ നമ്മുടെ കുടുംബത്തിന്റെ മുഖത്ത് കരിവാരി തേച്ചിറങ്ങി പോയവനാ നീ. മോനെ, നാട്ടുകാരുടെ മുൻപിൽ ഈ വെല്ലേട്ടനെ നാണം കെടുത്തരുത്. നമ്മുടെ കുടുംബത്തിന്റെ അന്തസ് നീ നശിപ്പിക്കരുത്. മന്നാടിയാമാരുടെ കല്യാണം മന്നാടി വീടിന്റെ മുറ്റത്താ. വാ, അവളെ വിളിച്ചോ. പക്ഷെ ആ കല്യാണ പന്തലിൽ എന്റെ അനുഭവമായിരിക്കില്ല. മന്നാടി ചന്തയെന്ന് പ്രതാപം കാട്ടി വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ചരക്കല്ല എന്റെ പെങ്ങള്. നിന്റെ പെങ്ങൾ ആരടാ? അപ്സരസോ? അതെ, നിങ്ങളുടെ അനിയൻ താലി കെട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെങ്ങളെ എനിക്ക് കെട്ടിച്ചേരണം. ഒരു മാറ്റ കല്യാണത്തിന് തയ്യാറാണോ? നീ എന്താ ചോദിച്ചെന്ന് നിനക്കറിയോ? ഞങ്ങളുടെ കരളാവ് 24 മണിക്കൂർ സമയം തരുന്നു. ആലോചിച്ച് പറഞ്ഞാ മതി. അതുവരെ ഈ താലി എന്റെ പെങ്ങളുടെ കഴുത്തിൽ നിങ്ങളുടെ അനിയൻ കെട്ടില്ല. അതുപോലെ ഓ, ചെന്ന് ചോദിക്ക് സമ്മതമാണോന്ന്. കലക്കി വക്കീലെ, കലക്കി. ഇവന്മാരാണുങ്ങളെ കണ്ടുമുട്ടിയത് ഇപ്പോഴാ. സമ്മതിച്ചിരിക്കുന്നു. മാറ്റ കല്യാണത്തിന് ആർച്ച സമ്മതിച്ചിരിക്കുന്നു. എന്താ ആർച്ച നീ പറയണേ? അതെ വല്യേട്ടാ, എവിടെ നിന്നോ വന്ന ഒരു വക്കീലും അവന്റെ അനുജത്തെയും കൂടി മന്നാടിയാർ കുലം അടിച്ചു പിരിച്ചു എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കണ്ട. എങ്കിൽ പിന്നെ ജീവിച്ചിരിക്കില്ല ഈ ആർച്ച. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നീ പറ. നിനക്ക് വേണ്ടി ഞങ്ങൾ എന്തനുസരിക്കാം. അവൻ ഒരിക്കലും നമ്മുടെ മുമ്പിൽ ജയിക്കരുത്. അയാൾ പറഞ്ഞ എന്തിനും ആർച്ച തയ്യാർ. 2 കല്യാണവും ഒരേ പന്തലിൽ നടക്കട്ടെ.